വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബേബി ഇംപ്ലാന്റേഷൻ നടന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. ഈ ഒരു ലക്ഷണം ഒട്ടുമിക്ക സ്ത്രീകൾക്കും അവരുടെ പ്രഗ്നൻസി ടൈമിലെ ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു ലാസ്റ്റ് ട്രൈമസ്റ്ററൊക്കെ ആകുമ്പോഴായിരിക്കും പലർക്കും ഇത് വിസിബിളായി തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ആ ലക്ഷണം എന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൻ്റെ പേരിൽ ഒരു ടെലിഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇടുന്ന കമൻസിന് വളരെ പ്രോംപ്റ്റ് ആയിട്ട് റിപ്ലൈ ലഭിക്കണമെന്നുണ്ടെങ്കിൽ, അതുപോലെ ഡയറ്റ് പ്ലാന്, ടിപ്സ്, ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ടുള്ള ടിപ്സ്, ഓവുലേഷൻ ടിപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ടെലിഗ്രാം അക്കൗണ്ടിൻ്റെ ഫെസിലിറ്റി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. 89 രൂപ മുതലാണ് ടെലിഗ്രാം അക്കൗണ്ടിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഇനേബിൾ ചെയ്ത് അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ജോയിൻ ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് മെമ്പർഷിപ്പ് എടുക്കുക. ശേഷം ചാനൽ ഒന്നും കൂടി വിസിറ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഐക്കൺ കാണാനായി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ പറയുന്ന പ്രഗ്നൻസി ലക്ഷണം ഇല്ലെങ്കിലും നിങ്ങളൊട്ടും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിംഗ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ പോകുന്ന രക്തത്തിൻ്റെ അളവ് എത്രത്തോളം ആണെന്നുള്ള കാര്യവും കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിങ്ങും ചെറുതായിട്ടുള്ള ബ്ലീഡിങ്ങും ഒക്കെ ഉണ്ടായതിനു ശേഷവും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവ് കിട്ടുന്ന സിറ്റുവേഷൻസ് ഇപ്പോൾ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ചെറുതായിട്ട് സ്പോട്ടിങ് വന്നാലും സിംറ്റംസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഇവിടെ സംസാരിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലും ഐസിലും ടയേർഡ്നെസ് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. സാധാരണയായിട്ട് നമ്മൾ ടയേർഡ് ആണെന്ന് തോന്നുന്നത് ഒരുപാട് എക്സോസ്റ്റഡ് ആയിട്ട് നമ്മൾ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ടയേർഡ്, ഭയങ്കരമായിട്ട് തളർച്ച, ജോലികളൊക്കെ ചെയ്തിട്ടോ പുറത്തുനിന്ന് ഒരുപാട് നടന്ന് വന്ന് തിരിച്ചു കയറുമ്പോഴൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ സാധാരണ മുഖത്തിലുമൊക്കെ ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉറങ്ങി എഴുന്നേറ്റിട്ട് ഉറക്കം കംപ്ലീറ്റ് ആവാത്ത സിറ്റുവേഷനിൽ നമുക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യാം. പക്ഷേ ഇവിടെ ഇംപ്ലാന്റേഷൻ പോസിറ്റീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ഫേസിലും മുഖത്തിലും അതുപോലെ കണ്ണിലും നോക്കിക്കഴിഞ്ഞാൽ ടയർഡ്നെസ് നന്നായിട്ട് ഫീൽ ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഒരുപാട് ഹെക്ടിക് ആയിട്ടുള്ള ജോലികൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇല്ല. നമ്മൾ ഉറങ്ങി എഴുന്നേക്കുന്ന സിറ്റുവേഷൻ അങ്ങനെയുള്ളതും അല്ല. നോർമലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ബോഡി ഫുള്ള് ടയർഡ്നെസ് ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻ. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന സമയത്ത് ഒരു 99% സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് എക്സ്ട്രീം ആയിട്ട് ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നത്. അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാതെ എവിടെയെങ്കിലും ചുരുണ്ട് കൂടാനായിട്ട് ടെൻഡൻസി ഉണ്ടാകുന്ന പല സിറ്റുവേഷൻസ് നമുക്ക് ബോഡിയിൽ ക്രിയേറ്റ് ആവുന്നുണ്ട് കേട്ടോ. ഇതിന് പല ഫാക്ടേഴ്സ് കൊണ്ടാണ് ഇങ്ങനൊരു കണ്ടീഷൻ നമുക്ക് ഉണ്ടാകുന്നത്. ഏറ്റവും ആദ്യത്തേത് പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. നമ്മൾ എക്സ്ട്രീം ആയിട്ട് എക്സോഷൻ നമുക്ക് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കണ്ണ് തുറക്കാൻ കൂടി ഇഷ്ടമില്ലാത്ത രീതിക്ക് എവിടെയെങ്കിലും ചുരുണ്ടുകൂടി കിടക്കാനായിട്ട് തോന്നുന്നുണ്ട്. പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുന്ന സമയത്താണ് ഈ ടയർഡ്നെസ് പലപ്പോഴും നമുക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. ഓൾറെഡി പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ എടുക്കുന്ന ഒരാൾക്ക് ഈ ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആണെന്ന് എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കില്ല. പ്രൊജസ്ട്രോണിന്റെ മെഡിസിൻ ഒപ്പം മെറ്റ്ഫോമിന്റെ മെഡിസിനും എടുക്കുന്നവരാണെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഇതിന്റെ രണ്ടിനെയും സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒന്നാണ് ഈ ടയർഡ്നെസ് ഫേസിലും ഐസിലും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന സിറ്റുവേഷൻ കേട്ടോ. അതൊന്നും എടുക്കാത്ത ഒരാളാണ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6th ഡേ മുതൽ തന്നെ ഈ ലക്ഷണം കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഇംപ്ലാന്റേഷൻ ഇതാകാനായിട്ടും ചാൻസ് ഉണ്ട്. രണ്ടാമതായിട്ട് ഇങ്ങനെ ഉണ്ടാവാനായിട്ടുള്ള കാരണമാണ് ഫേസിൽ ഉണ്ടാകുന്ന ബ്ലോട്ടിങ്. അതായത് നമുക്ക് ഫുള്ളറായിട്ടും നമ്മുടെ മുഖം ഭയങ്കര വീർത്തിരിക്കുന്നത് പോലെ പഫിയർ ആയിട്ടൊക്കെ തോന്നുന്ന സിറ്റുവേഷൻ. അതുപോലെ നമുക്ക് ചീക്സിലും അതുപോലെ തോന്നാം, ഐസിലും അതുപോലെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. രക്തയോട്ടം കൂടുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. അതുപോലെ നമ്മൾ വെള്ളം കുടിക്കുന്നതിന്റെ അളവിൽ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ഇതുപോലുള്ള കണ്ടീഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകാം കേട്ടോ. നോർമലി നമുക്ക് മുഖമൊക്കെ വീർത്തിരിക്കുന്നത് പോലെ തോന്നുന്നത് ഉറങ്ങി എഴുന്നേക്കുന്ന സിറ്റുവേഷൻ ആണ്. ഇത് ഉറങ്ങാതെ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പലർക്കും ഈ ഒരു വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. മൂന്നാമതായിട്ടുണ്ടാവുന്ന മാറ്റമാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ചേഞ്ചസ്. പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ HCGയും അതുപോലെ പ്രൊജസ്ട്രോൺ ഹോർമോണും കൂടുന്നതിന്റെ ഭാഗമായിട്ട് ചില ആളുകൾക്ക് പ്രഗ്നൻസി ടൈമിൽ സ്കിന്നിൽ ഭയങ്കര ഗ്ലോ ഫീൽ ചെയ്യാറുണ്ട്. നമ്മൾ നന്നായിട്ട് മുഖം തിളങ്ങിയതുപോലെ മേക്കപ്പ് ഒന്നും ഇടാതെ അല്ലെങ്കിൽ ഒന്നും തന്നെ മുഖത്ത് അപ്ലൈ ചെയ്യാതെ തന്നെ മുഖത്ത് നല്ലപോലെ തിളക്കമൊക്കെ ഫീൽ ചെയ്യുന്ന കണ്ടീഷൻ ഉണ്ട്. ഇതുപോലെ തന്നെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് മുഖം ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യുന്നത്. ചിലർക്ക് ഉണ്ടാകുന്ന കണ്ടീഷൻ സ്കിന്ന് ഫുള്ള് ഡ്രൈനെസ് ആയിരിക്കും. മറ്റു ചിലർക്ക് ആക്നി പോലെ മുഖക്കുരുവിന്റെ കറുത്ത പാടുകൾ പോലെ നമുക്ക് ഫീൽ ചെയ്യാം. ഡാർക്ക് പാച്ചസ് പോലെ നമുക്ക് ഉണ്ടാകാം. ഡാർക്ക് പാച്ചസ് എന്ന് പറയുമ്പോഴേക്കും കണ്ണിന്റെ താഴെയും മൂക്കിന്റെ ഭാഗത്തും ചുണ്ടിന്റെ അവിടെയും കഴുത്തിന്റെ ഭാഗത്തും ഒക്കെ ആയിട്ട് കറുത്ത പാടുകൾ വരുന്നത് പോലെയും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പ്രഗ്നൻസി ടൈമിൽ ചിലർക്ക് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണിത്. മാസ്ക് ഓഫ് പ്രഗ്നൻസി, മെലാസ്മ എന്നിങ്ങനെയുള്ള ടേംസ് കൊണ്ട് ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ പിഗ്മെന്റേഷനിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് ഇത് പലപ്പോഴും പലർക്കും തന്നെ
അനുഭവപ്പെടുന്നത്. ചില ആളുകൾ ഈ ഒരു കണ്ടീഷൻ വെച്ചിട്ട് പിറക്കാൻ പോകുന്നത് ആൺകുഞ്ഞാണ് എന്നൊക്കെയുള്ള ഒരു അസംഷനൊക്കെ വെക്കാറുണ്ട് കേട്ടോ. അതിലൊന്നും വലിയ കാര്യം ഉണ്ടെന്നായിട്ട് തോന്നുന്നില്ല. കാരണം ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള പാടുകളൊക്കെ വന്നിട്ട് പെൺകുഞ്ഞുങ്ങൾ ഉണ്ടാവുന്ന സിറ്റുവേഷൻ ഉണ്ട്. അങ്ങനെ ഒരു ജെൻഡർ പ്രഡിക്ഷനിലോട്ട് നിങ്ങൾ പോകണ്ട. പക്ഷേ പല സ്ത്രീകൾക്കും പ്രഗ്നൻസി സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഇതുപോലുള്ള മെലാസ്മ പോലുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. സ്കിന്നിൽ ചേഞ്ചസ്, കരിവാളിപ്പ് പോലെ, കറുത്ത പാടുകൾ പോലെയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വിസിബിൾ ആകാറുണ്ട് കേട്ടോ. പ്രഗ്നൻസി കൊണ്ടാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായതെങ്കിൽ ഓഫ്കോഴ്സ് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 2-3 മന്ത്സിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു കണ്ടീഷൻ മാറിപ്പോയിക്കോളും. അതിനുശേഷം പിന്നെ നമുക്ക് ഉണ്ടാവില്ല. ഹോർമോൺസ് ഒക്കെ നോർമൽ ആകുമ്പോൾ ബോഡി സ്റ്റേബിൾ ആയിക്കോളും കേട്ടോ. ഇതൊക്കെയാണ് ഫേസിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇനി ഐസിൽ നമുക്ക് ഉണ്ടാകുന്നത് കൂടുതലായിട്ടും ഫ്ലൂയിഡ് റിട്ടൻഷൻ കൊണ്ടാണ്. ഫ്ലൂയിഡ് റിട്ടൻഷൻ ഐ ഏരിയയിൽ അഫക്ട് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് പഫിനെസ്സും അതുപോലെ ടയർഡ്നെസ്സും ഒക്കെ ഫീൽ ചെയ്യാനായിട്ട് കാരണമാണ്. നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്ത് ഉറങ്ങാത്തപ്പോൾ ഉണ്ടാകുന്നത് പോലെ, അല്ലെങ്കിൽ ഒരുപാട് ടയർഡ്നെസ്സോട് കൂടിയിട്ട് കണ്ണ് വീർത്തിരിക്കുന്നത് പോലെ, കണ്ണിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ വീർത്തിരിക്കുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട് കേട്ടോ. ചില ആളുകൾക്ക് എന്ന് പറയുന്നത് ഈ ഒരു വിഷൻ ഭയങ്കര ബ്ലറായി പോകും. വിഷൻ ബ്ലർ ആവുക എന്ന് പറയുന്നത് നമുക്ക് ടി വിയിൽ എഴുതുന്ന കാര്യങ്ങൾ വായിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് നിന്നിട്ട് പുറത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ഒരു വൈറ്റ് കളർ പോലെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. വായിക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ ദൂരെയുള്ള കാര്യങ്ങൾ വായിക്കാൻ പറ്റാതെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. നമ്മൾ കാണുന്ന മനുഷ്യന്മാരുടെ ചുറ്റുമായിട്ടും ഇങ്ങനെ വൈറ്റ് കളർ പോലെ നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പ്രഗ്നൻസി കൊണ്ടാണ് ഈ ഒരു കണ്ടീഷൻ ഉണ്ടായതെങ്കിൽ ഓഫ്കോഴ്സ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡെലിവറി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ മാറിപ്പോയിക്കോളും. പിന്നീട് അങ്ങോട്ടേക്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ. അടുത്തതായിട്ട് ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഡ്രൈയും ഇറിറ്റേറ്റഡ് ആയിട്ടും വരുന്ന ഐസ്. ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതും മറ്റുള്ള ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് കൊണ്ടുമാണ് ഡ്രൈയും ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഐസ് നമുക്ക് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്നത് കൊണ്ട് ഈ ഡ്രൈനെസ് ഫീൽ ചെയ്യുന്നത് കൊണ്ടും നിങ്ങൾക്ക് ഐയിൽ ഒരു ടയർഡ്നെസ് പോലെയൊക്കെ ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. ബേണിംഗ് സെൻസേഷനും നിങ്ങൾക്ക് കണ്ണിൽ പുകച്ചിൽ പോലെയൊക്കെ കണ്ണിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇതുപോലുള്ള അസ്വസ്ഥതകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കയ്യിലുള്ള ഏതെങ്കിലും ഐ ഡ്രോപ്സ് ഇടാതെ നമ്മൾ ഡോക്ടറോടൊന്ന് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ല്യൂട്ടിയൽ ഫേസിലാണ് നിൽക്കുന്നത്, ഇത് ഉപയോഗിക്കാമോ എന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ പ്രഗ്നൻസി ആണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക. പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിനും പ്രഗ്നന്റ് അല്ലാത്ത സ്ത്രീകൾക്കും സെപ്പറേറ്റ് ആയിട്ടാണ് പല ഡോക്ടേഴ്സും മെഡിസിൻസ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ഡോസേജിലുള്ളത് മാത്രമേ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഈ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ മെഡിസിൻ മേടിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് നോക്കുക. പല അസ്വസ്ഥതകളും പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഉണ്ടാകുന്നത് ബ്ലഡ് സർക്കുലേഷന്റെ വേരിയേഷൻ കൊണ്ടാണ്. അപ്പോൾ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് ഉണ്ടാകുന്നതിന് ആ തുടക്കത്തിലെ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു കണ്ടീഷൻ നന്നായിട്ട് ഉണ്ടാവുകയും സെക്കൻഡ് ട്രൈമസ്റ്റർ ഒക്കെ ആവുന്ന സമയത്ത് ഈ ബുദ്ധിമുട്ട് നന്നായിട്ട് കുറഞ്ഞു പോവുകയുമാണ് ചെയ്യാറ്. ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വാക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് നോക്കുക, ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. നമ്മുടെ 8 വാക്കിംഗ് പോലുള്ള എക്സസൈസുകൾ, നോർമൽ വാക്കിംഗ്, ലെഗ് അപ്പ് ടു വാൾ എക്സസൈസ് ഒക്കെ ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെല്ലാം പ്രോപ്പർ ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. അതുപോലെ മാതള നാരങ്ങ, ബീട്രൂട്ട്, ഈന്തപ്പഴം എന്നിങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കഴിക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ടയർഡ്നെസ് ഉണ്ടാകുന്ന സമയത്തും ധാരാളം വെള്ളം കുടിച്ചിട്ട് എങ്ങനെയെങ്കിലും ആ ടയർഡ്നെസ്സിൽ നിന്ന് റിക്കവർ ആയി പുറത്തേക്ക് വരാനായിട്ട് നോക്കുക. ടയർഡ്നെസ് ഉണ്ടാകുമ്പോൾ ഫുൾ ആയിട്ട് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ അത് ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്നതിനും വോമിറ്റിംഗ് ടെൻഡൻസിയും വോമിറ്റിംഗും നന്നായിട്ട് കൂടുന്നതിന് വേണ്ടിയിട്ട് കാരണമാകുന്നു എന്നാണ് കേട്ടോ ഡോക്ടേഴ്സ് ഏറ്റവും കൂടുതൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ പറയുന്ന ലക്ഷണം ഇല്ലെങ്കിലും നിങ്ങളെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഒരുപാട് സ്ത്രീകൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും ഉണ്ടാകുന്നില്ല. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന സിറ്റുവേഷൻസും ഉണ്ട്. അപ്പോൾ ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ 5 ഡേയ്സിന് ശേഷം എന്തായാലും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഡേറ്റ് മിസ്സായിട്ട് 5 ദിവസത്തിന് ശേഷം രാവിലെ ആദ്യത്തെ യൂറിൻ എടുത്തിട്ടാണ് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷന്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നന്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.